റോമ 8:28 നമുക്കെല്ലാവർക്കും ഒത്തിരി സുപരിചിതമായ ഒരു വചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പ്രണമിക്കുന്നു. ഈ വചനം കേൾക്കുവാനും പറയാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിലേക്ക് വരുമ്പം പലപ്പോഴും ഇത് ശരിയാണോ എന്ന് നമുക്ക് ചിന്ത വരാം. കാരണം തകർച്ചകളും വേദനകളും രോഗങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടായി. അതൊക്കെ നല്ലതാണെന്ന് പറയാൻ നമുക്ക് പലപ്പോഴും പറ്റത്തില്ല. അതൊക്കെ അതിൽ തന്നെ നന്മയല്ല. ഒരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരു തകർച്ച വന്നു, ഒരു പ്രശ്നമുണ്ടായി, അതതിൽ തന്നെ നന്മയല്ല. പക്ഷേ ഈ വചനം പറയുന്നത് ശ്രദ്ധിക്കുക, ഇതെല്ലാം നന്മയായി പരിണമിക്കാൻ നമ്മുടെ കർത്താവിന് പറ്റും. ഒറ്റ കാര്യം മാത്രം ചെയ്യാൻ മതി, ഈശോയെ സ്നേഹിക്കുക. തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അവിടുന്ന് ഭാവിയിൽ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കഴിവുള്ളവനാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവട്ടെ. നമുക്ക് ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, ഈശോയെ കണ്ണും പൂട്ടി സ്നേഹിക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എപ്പോഴും കൂടെ നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.